യെസ്. അപ്പോ നമ്മൾ വീണ്ടും പോവുകയാണ്. അപ്പൊ ഇന്നത്തെ വാശിയേറിയ മത്സരം അത് ഇന്ന് നമുക്ക് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഉറങ്ങാൻ പറ്റൂല. തീർച്ചയായും ഇത് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ലോകകപ്പിൽ തീപാറുന്ന പോരാട്ടം ഇന്നാ നടക്കാൻ പോകുന്നുണ്ട്. അത്രയ്ക്ക് വാശിയായിരുന്നു. ഹരിയുടെ പ്രഡിക്ഷൻ എന്താ? എനിക്ക് ഫ്രാൻസ് ജയിക്കും തോന്നുന്നു. പക്ഷെ മൊറോക്കോ ആണ്, എഴുതി തള്ളാൻ പറ്റില്ല. പക്ഷെ പേപ്പറിൽ ഫ്രാൻസ് തന്നെയാണ്. ഫ്രാൻസ് തോൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ കൂടുതലുണ്ടോ? ഫ്രാൻസ് അർജന്റീനക്കാർക്കൊക്കെ അങ്ങനെ ആയിരിക്കൂലേ? തോൽക്കണോ? എന്താ ജയിക്കണ്ടേ? ഞങ്ങളുടെ ടീം കപ്പടിക്കണ്ടേ? നമ്മൾ കപ്പടിക്കുമ്പോൾ വഴിയിൽ എവിടെയെങ്കിലും നമ്മൾ ഫ്രാൻസിനെ കണ്ടുമുട്ടിയാൽ നമുക്ക് ആ പേടി കൊണ്ടാണോ? അല്ല, അതെന്തായാലും നമ്മൾ അടിക്കുമല്ലോ. ഫ്രാൻസ് ഇന്ന് തോക്കണം എന്ന് ആഗ്രഹം ഉണ്ടോന്നാ ചോദിച്ചത്. ഇന്ന് തോക്കണതല്ല, ഫൈനലിൽ കിട്ടണവരെ. ഫൈനലിൽ കിട്ടണം. ഫൈനലിലാണ്. ഇംഗ്ലണ്ട് സെമിയിൽ വരുമ്പോ അർജന്റീനയായിട്ടൊന്ന് ഏറ്റുമുട്ടിയാൽ അതിപ്പോ വലിയ പ്രശ്നമാവുമല്ലോ. ഞാൻ അർജന്റീന ആരാധകനാണ്, അപ്പൊ പ്രശ്നമില്ലല്ലോ. ഉള്ളിലുണ്ട്, വേറെ ഉള്ളിലുണ്ട് 2-3 ടീമൊക്കെ ആയിട്ടാ വന്നേക്കുന്നത്. അതെ. ഓക്കെ, എങ്ങനെയുണ്ട് മൊത്തത്തില്? നിങ്ങൾ ഈ ഇത്തവണ പെൺകുട്ടികൾ ഭയങ്കരമായിട്ട് ഫുട്ബോളിന്റെ പുറകെ വരുന്നുണ്ടല്ലോ, എന്താണത്? അല്ല, മുന്നേ കാണാറുണ്ട്. എന്നാലും അർജന്റീനയുടെ ജേഴ്സി കിട്ടാത്ത വിഷമത്തില് ലാമിൻ ജമാലിന്റെ ജേഴ്സി ഇട്ട് വന്നു. ഇടത്തേക്കാലം കൊണ്ടാണല്ലോ കളിക്കുന്നത്. ശരിക്കും ഒരു സ്പെയിൻകാരുണ്ട്. ശരിക്കും സ്പെയിനാണോ? ഇവിടെ ബ്രസീലുകാരും ഇല്ലേ? എല്ലാരും അർജന്റീനക്കാരാണോ? വരട്ടെ, ഉത്തരവുണ്ട്. ബ്രസീലുകാർക്ക് എന്താ സംഭവിച്ചത്? അത് 1-2 പേരുണ്ടായിരുന്നു, അവരിപ്പോ കാണാനില്ല. തുടക്കത്തിൽ പറഞ്ഞ വംശനാശം നൈസായിട്ട് സംഭവിച്ചു. വംശനാശം സംഭവിച്ചിരിക്കുന്നു ബ്രസീൽ ആരാധകർ. പക്ഷെ ഞങ്ങൾ അങ്ങനെ എഴുത്തലുണ്ടായി. 5 ഉണ്ട് ഞങ്ങൾക്ക്, 1 ഉള്ളൂ. പഴയ സ്റ്റാറിന്റെ കണക്ക് ഹരി പറയരുത്. പറയാം, അത് കളിച്ചു കിട്ടി തന്നെ. പഴയ സ്റ്റാർ ഇല്ല അല്ലേ, ഇനി പുതിയ സ്റ്റാറുകൾ മാത്രം അല്ലേ? നോർവേ ആരാ? നോർവേ. അവൻ എനിക്ക് കാണണ്ട കേട്ടോ. അവരെ കാണുന്നത് ഹരിഗോവിന്ദൻ കലിയാണ്. കാരണം എന്താണ് നമ്മൾ ബ്രസീലിനെ തോൽപ്പിച്ചതിന്റെ ഒരു സന്തോഷം വല്ലാതുണ്ട്. അതെ, വല്ലാണ്ടുണ്ട്. കാരണം 5 സ്റ്റാറിന്റെ പഴയ കണക്ക് വെച്ചൊക്കെ വന്നാണ്. നമ്മള് കുറെ നാളിന് വേൾഡ് കപ്പ് കളിക്കുകയാണെങ്കിൽ നമ്മളെ പയ്യൻ അടിച്ചിട്ട് നമ്മൾ ഹാളണ്ടിന് മുന്നിൽ തവിട് പൊടി. അതെ, ഇല്ലാണ്ടായി കള്ളു ബ്രസീലില്. കാണാൻ പോലും ഇല്ല, ഇപ്പൊ ആരെയും കാണാനില്ല. അല്ല, അവര് കുറെ നാളുകൂടി ആശിച്ചു വന്നല്ലേ, അതുകൊണ്ട് ഞങ്ങൾ തോറ്റു കൊടുത്തത്. എനിക്ക് എപ്പോഴും വരാലോ. അയ്യോ, തോറ്റു തന്നാണത്. അതെ, ഇപ്പൊ അടുപ്പിച്ച് 4ാമത്തെ വേൾഡ് കപ്പിലായിട്ട് ഇങ്ങനെ തോറ്റുപോയതേക്ക് തോന്നുന്നു. തോറ്റു കൊടുക്കാൻ അതെ, ഇവർ ഈ കൊല്ലല്ലേ വന്നത്. ഞങ്ങൾ വർഷങ്ങളായിട്ട് കളിക്കുക, അത് മനസ്സിലാക്കാം. 5 കപ്പിന്റെ കഥയാണ് ഹരിഗോവിന്ദ് പറയുന്നത്.